പക്ഷെ അതല്ലല്ലോ ആവശ്യം. ഗൗരി, യു ആർ ഇൻ ട്രബിൾ. സോ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വേണം നമ്മളിപ്പോൾ ആലോചിക്കാൻ. പിന്നെ എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ താൻ ഷെയർ ചെയ്യടോ. ഈ മണ്ടന്തലയിലും ഇടയ്ക്കിടയ്ക്ക് നല്ല ഐഡിയാസ് മിന്നാറുണ്ട്. അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് പറയടോ. ഞാൻ ഇയാളുടെ നല്ലൊരു ഫ്രണ്ടാണെന്ന് തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ പറ. ഒന്നുമില്ല ഗൗരി, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളോട് പറഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഗൗരി, ഗൗരി, എന്താ മോളെ, പരിസരം മറന്നുള്ള പോക്കാണല്ലോ നിന്റെ. എന്താ ഇത്ര സീരിയസ് ആയിട്ടുള്ള ആലോചന? എന്താ മായാൻറ്റി പറഞ്ഞ കാര്യമാണോ മോളുടെ മനസ്സിൽ? എന്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് വെറുതെ മോള് മായാൻറ്റിയോട് കള്ളം പറയുക. ഞാൻ പറഞ്ഞ വിഷയം തന്നെയാ നീ ഇപ്പൊ ഏതു നേരവും ചിന്തിക്കുന്നതെന്ന് മായാൻറ്റിക്ക് അറിയാം മോളെ. ആ വേണം, അതങ്ങനെ തന്നെ വേണം. ശരിക്കും മനസ്സിരുത്തി തന്നെ ചിന്തിക്കണം. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടേക്കും മാഡം. നോക്ക്, ഇപ്പൊ നിനക്ക് തോന്നും ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നവളാണ്, വലവീശി പിടിക്കുവാണെന്നൊക്കെ. പക്ഷേ മായാൻറ്റി പറയുന്നതാ ശരിയെന്ന് അധികം താമസിയാതെ തന്നെ നിനക്ക് മനസ്സിലാവും. ആ ബുദ്ധിയുള്ള കുട്ടിയാ നീ. പോരാത്തതിന് നല്ല തന്റേടവും സാമർഥ്യവും ഉണ്ട്. അതൊക്കെ വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നിനക്ക് രക്ഷപ്പെടാം. നിനക്ക് മാത്രമല്ല, നിന്റെ ചേച്ചിക്കും. ഈ പാലും പത്രമൊക്കെ വീട് തോറും കൊണ്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടും? മാസം കൂടിപ്പോയ ഒരു 10,000-3000 ഉലുവ. ആ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ നല്ല പ്രായം മുഴുവൻ ഈ തേഞ്ഞ സൈക്കിളും ചവിട്ടി തീർക്കണോ മോളെ? മോൾ ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ച ആ സ്ഥാനത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാം, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഈ പട്ടിണിയും പരിവേട്ടമായിട്ട് കഴിയേം വേണ്ട. ദേ, ഈ മായാൻറ്റിയുടെ അനുഭവത്തിൽ നിന്ന് പറയുക കേട്ടോ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എത്ര പേരെയാ മായാൻറ്റി ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതെന്നോ? നിന്നെ ആന്റിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? വേണ്ട, എനിക്കങ്ങനെ കുറുക്ക് വഴിയിൽ പണക്കാരി ആവണ്ട പ്ലീസ്. ദയവ് ഇത് നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? പതുക്കെ പതുക്കെ. അപ്പോ അനുസരിക്കാൻ നീ തയ്യാറല്ലെന്നാണ്? നോക്ക്, മായയുടെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ഈ മായാൻറ്റി അല്ലാതെ വേറൊരു മായാവാനും എനിക്കറിയാം. കേട്ടല്ലോ? നിനക്കൊരു തീരുമാനത്തിലെത്താൻ ഒരു ദിവസത്തെ സമയം കൂടെ ഞാൻ തരും. അതിനുള്ളിൽ മര്യാദയ്ക്ക് എന്റെ മുന്നിൽ വന്നില്ലെങ്കിൽ നിന്റെ ചേച്ചിയെ പിറന്ന പടി ലോകം കാണും. എന്താടി, അത് ചെയ്യിക്കണം എന്നെ കൊണ്ട്? ഇല്ല, നീ ചേച്ചിയോട് തീരെ സ്നേഹമില്ലാത്തവളല്ല. നീ വരും അല്ലേ മോളെ? മായാൻറ്റിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ നമ്പർ ഇറക്കുമല്ലേ? അപ്പോ നാളെ ഒരു ദിവസം കൂടി ആന്റി കാക്കും. അത് കഴിഞ്ഞാൽ എന്നാ ആന്റി പോട്ടെ മോളെ. അതെ, സൂക്ഷിച്ചു പോണേ. ഓരോന്ന് ആലോചിച്ചു കൂട്ടി ശ്രദ്ധയില്ലാതെ നടന്ന് വെറുതെ കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കരുത്.
നിനക്കിതെന്തോ പറ്റിയടി മോളെ? പത്രം ഇടാൻ പോയിട്ട് നേരെ ഇതിനകത്ത് വന്ന് കയറിയതാണല്ലോ. എന്താടി, എടുത്തു വെച്ച ടിക്കറ്റൊക്കെ തീർന്നോ? എന്താ മോളെ? എനിക്ക് നല്ല സുഖമില്ലേക്കാ അമ്മേ. അയ്യോ, എന്ത് പറ്റി മോളെ? നല്ല തലവേദന. കാണും നേരം വെളുക്കുമ്പോ തുടങ്ങുന്ന പണിയല്ലയോ? ഈ വെയിലും പൊടിയും ഒക്കെ അടിച്ചുള്ള അലച്ചില്ല അതിന്റെയാ. ഞാനൊരു കട്ടനിട്ട് വരട്ടെ? വേണ്ട, കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. എന്നാ ഇനി അങ്ങ് തെണ്ടി അടക്കാൻ പോണ്ട, ഇവിടെ എങ്ങനെ കുത്തിയിരിക്കും. കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ചിട്ട് കൊടുക്കാൻ പാടുപെട്ടതിന് ഫലമില്ലാതെ വന്നാലോ? ഒരു ദിവസം ചുമ്മാതിരുന്നെന്ന് വെച്ച് വലിയ നഷ്ടമൊന്നും വരാൻ പോണില്ല. കട്ടൻ ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടാ. അനിമോളെ, നീ എന്താ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇച്ചാനോട് തുറന്നു പറ. എനിക്കൊന്നുമില്ല ഈച്ചായ. അത് വെറുതെ. നീ ഇച്ചാനോട് കള്ളം പറയാനും തുടങ്ങിയോ? ആ, അങ്ങനെ ഒന്നുമില്ലാതെ അമ്മച്ചി എന്നെ വിളിച്ചു വരത്തില്ലല്ലോ. അമ്മച്ചിക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടാ ഇച്ചായനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിച്ചത്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാൻ അവിടെ? നോക്ക്, എനിക്കൊരു കുഴപ്പമില്ല. ഇച്ചായ സന്തോഷത്തോടെ പോയിട്ട് വാ. ഞാൻ സത്യമായിട്ട് പറയുന്നതാ. ഇച്ചായൻ അനുമോളെ വിശ്വാസമില്ലേ? അതെന്ത് ചോദ്യമാടി? നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇച്ചായനെല്ലാം. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോടോ ജോസൂട്ടിയോടോ തുറന്നു പറയണം കേട്ടോ. എല്ലാം ആങ്ങളയോട് മാത്രം പറഞ്ഞാ മതിയടി. അമ്മച്ചി അപ്പച്ചനും ഒന്നും അറിയണ്ട, അവരോടൊന്നും പറയാൻ വേണ്ട. അമ്മച്ചി വെറുതെ ഇവളോട് വഴക്കിന് നിൽക്കല്ലേ. ഇവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഇവൾക്കൊരു പ്രശ്നമില്ല. ഒക്കെ അമ്മച്ചിയുടെ വെറും തോന്നലായിരിക്കും. പിന്നെ എനിക്ക് വെറുതെ തോന്നാൻ തലയുടെ പിരിയിളകി കിടക്കുകയല്ലേ. ജോസൂട്ടിയുടെ വീട്ടിൽ പോയിട്ട് വന്ന ശേഷം ഇവക്കെന്തോ തക്കതായിട്ട് പറ്റിയിട്ടുണ്ട്. അമ്മച്ചി വെറുതെ ആവശ്യമില്ലാത്തത് ഓരോന്നും പറഞ്ഞ് ഇച്ചായനെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇച്ചായനോട് പറയാൻ. ഓ, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നിനും വരുന്നില്ല. പോരെ. സാരമില്ല, ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇച്ചായ, എന്താ എന്താ മോളെ, എന്തിനാ നീ വിളിച്ചത്? ഒന്നുമില്ല. എന്റെ കാര്യം ആലോചിച്ച് ഇച്ചായൻ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വിളിച്ചതാ. നീ ഇറങ്ങുവാണോടാ? ആ, ജോസൂട്ടിയുടെ വന്നിട്ട് പോയാ പോരെ? ഓ, അതിന് പിന്നെ ആവട്ടെ. പോയിട്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അനിതമോള് നിന്നോട് പോലും പറഞ്ഞോടാ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ആ, ചിലപ്പോ അതിനു വേണ്ടിയൊന്നും കാണുകയല്ല. റാഹേലിന്റെ പറച്ചിലല്ലയോ, അത്ര കാര്യമാക്കാൻ വേണ്ടിയൊന്നും കാണത്തില്ല. അളിയനതെപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. ജോസൂട്ടി എന്ന് കണ്ടിട്ട് പോകുന്ന കരുതി കാത്തു നിന്നതാ. എനിക്ക് നെയ്യാറ്റിൻകരയിൽ ഒരു ഫ്രണ്ടിനെ ഒന്ന് കാണണമായിരുന്നു. ജോസൂട്ടി ഫുൾ ടൈം കറക്കത്തിലാണല്ലോ. ഏയ്, ഇവൻ എന്റെ കൂടെ റിയാദിലെ കമ്പനിയിൽ ഉണ്ടായിരുന്നതാ. അവൻ ഇത്തവണ മതിയാക്കിയിട്ട് പോരുവാ. ഞാൻ നോക്കിയിട്ട് ഇനി ആ കമ്പനിയിൽ തുടരുന്നതിൽ വലിയ മെച്ചമൊന്നുമില്ല. അതിലും ഭേദം നാട്ടിൽ വല്ല ബിസിനസ് നോക്കുന്നതാ. അല്ല, ഇതൊക്കെ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് മതി ജോസൂട്ടി. ആ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അളിയനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്താ വിശേഷിച്ച്? ഒരു കാറ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഈ വടിയും തടിയും ഒക്കെ ആയിട്ട് അവളെ ബൈക്കിൽ കൊണ്ടുവന്ന ബുദ്ധിമുട്ടാളിയാ. തന്നെയല്ല, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടും കൂടിയാ. കാറാവുമ്പോ പിന്നെ സൗകര്യമായല്ലോ, യാത്രയ്ക്ക് സുഖം. ആൾക്കാരാണെങ്കിൽ അതും പറയുകയില്ല. ആൾക്കാരുടെ കാര്യം പോട്ടെ ജോസൂട്ടി, അനിതയുടെ നിന്റെ സൗകര്യം നോക്കിയാ പോരെ. അങ്ങനെ നോക്കുമ്പോ യാത്ര കാറിലാക്കുന്നത് തന്നെയാ നല്ലത്. ആ, വണ്ടി എടുക്കുമ്പോ അത്യാവശ്യം നല്ലത് തന്നെ എടുക്കാന്ന് വിചാരിക്കാം. എത്രയാ ബഡ്ജറ്റ് ജോസൂട്ടി ഉദ്ദേശിക്കുന്നത്? എല്ലാം കൂടി ഒരു 10-നകത്ത് ഒതുങ്ങണം. അല്ല, അത് ഇത്തിരി കൂടുതലല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെ ആവശ്യത്തിന് അത്രയൊക്കെ വേണോ അളിയാ? ആ, ഇതൊക്കെ എന്നൊന്നും വാങ്ങാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. വാങ്ങുമ്പോ അത്യാവശ്യം കൊള്ളാമെന്ന് ഒരെണ്ണം വാങ്ങാന്ന് വെച്ചു. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏത് വാങ്ങണം എന്നൊക്കെ ജോസൂട്ടി തന്നെ തീരുമാനിച്ചാൽ മതി. ആ, കാശിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് അവളുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് വിൽക്കാന്ന് വെച്ചു. ആഭരണം വിൽക്കാനോ? അതെന്തിനാ ജോസൂട്ടി? എങ്കിൽ പിന്നെ അത്രയും കൂടിയ കാർ എടുക്കണ്ടെന്ന് വെച്ചാ പോരെ? അത് ശരിയാവില്ല അളിയാ. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു.
അതെന്നാ പറച്ചില്ല ജോസൂട്ടി. അവളുടെ ആഭരണം വിറ്റു തൊലച്ചിട്ട് വേണോ നിനക്ക് കാർ എടുക്കാൻ? എന്നതേലും ഒരു ആവശ്യം വന്നാ ഒരു കരുതലെന്ന് പറയാൻ ആ സ്വർണ്ണമല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്മച്ചി? ഇതൊരു ആവശ്യമല്ലയോ? പിന്നെ കാർ എടുക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അവളുടെ ആവശ്യത്തിനും കൂടിയല്ലേ. പിന്നെ അവൾക്ക് കൊടുത്ത സ്വർണം അത് എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ജോസുട്ടി, കാർ വാങ്ങാൻ സ്വർണം വിൽക്കണമെന്നുണ്ടോ? ഗൾഫിലെ നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്താ പോരെ? അളിയനിത് എന്തറിഞ്ഞിട്ടാ? സമ്പാദ്യത്തിന് അതിനു വേണ്ടിയൊന്നും ഇല്ല. ഒക്കെ വീട് നോക്കാനും പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തതും ഒക്കെ ആയി കാലിയാവാറായി. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു മാർഗമുള്ളൂ. നിങ്ങളോടൊക്കെ ഒരു മര്യാദയുടെ പേരിൽ ചോദിച്ചെന്നേ ഉള്ളൂ. സ്വർണം വിൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ശരി, എല്ലാം ജോസുട്ടിയുടെ ഇഷ്ടം. എന്താ എല്ലാവരുടെ മുഖം ഒരുമാതിരി വല്ലാതെ? എന്നാ ഒരു കാര്യം ചെയ്, അളിയന്റെ കാർ എനിക്ക് തരാൻ പറ. അതാകുമ്പോ സ്വർണം വിൽക്കാതെ നോക്കാലോ. അളിയന്റെ സമ്പന്ന വീട്ടിൽ ഇഷ്ടം പോലെ കാറുണ്ടല്ലോ, പിന്നെന്തിനാ ഈ മൂട്ട വണ്ടി? ഇപ്പൊ അനിമോൾ എന്തിനാ വിഷമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. കർത്താവേ, ഇവനിത് എന്നത്രയുള്ള പുറപ്പാടാണോ എന്തോ. ഒറ്റാലിൽ കിടക്കുന്നതിനേക്കാൾ വലുതാണോ റാഹേലെ അളയിലിരിക്കുന്നത്? ഡി വിനു റെഡിയായി. ഡി ഡി നീ എന്താ കണ്ണുമിഴിച്ച് സ്വപ്നം കാണാണോ? ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിച്ച്. വിനുമോള് റെഡിയായോ? എപ്പോഴേ? അത് പറയാനല്ല ഞാൻ വന്നത്. എന്താടി, എന്തു പറ്റി നിനക്ക്? നീ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. ഒന്നുമില്ല, ഒരു തലവേദന, അത്രേ ഉള്ളൂ. ആ ബേബിച്ചും വിളിച്ചിരുന്നു, മറ്റന്നാളത്തെ കാര്യം ഓർമ്മിപ്പിക്കാൻ. ഓ, അതൊന്നും നിങ്ങൾ ഏറ്റുപിടിക്കണ്ട. ഒന്നാമത് നമുക്ക് വലിയ പിടിപാടില്ലാത്ത ഏരിയ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊച്ചുങ്ങളെ അയക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വെറുതെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഇനി വിളിക്കുമ്പോ പറ്റില്ല എന്നങ്ങ് തീർത്ത് പറഞ്ഞേരെ. ആഹാ, മോള് വന്നോ? അമ്പേട്ടാ, ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇവള് നമ്മളടുത്ത് തന്നെ വരുമെന്ന്. മോക്ക് ഞങ്ങളോടുള്ള പിണക്കമൊക്കെ തീർന്നോ? എന്താ മോളെ, ആകെ വല്ലാതിരിക്കുന്നല്ലോ. സുഖമില്ലേ നിനക്ക്? ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അത് പിന്നെ അങ്ങനെ വരില്ലേ മായേ? 4-5 ദിവസമായി കാണും മോള് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അതിന് ക്ഷീണം കാണാതിരിക്കൂ? നീ ഇനി കഴിഞ്ഞതൊന്നും ആലോചിക്കണ്ട. ആന്റി എന്ന് പറഞ്ഞതുപോലെ കാറ്റിനൊത്തങ്ങ് തുഴഞ്ഞേക്കുക. ജീവിക്കാൻ നല്ല സെറ്റപ്പ് ഉണ്ടായ പേരുദോഷമൊക്കെ ആ കാശങ്ങ് തീർത്തോളും. എന്താ, നിനക്ക് സമ്മതമല്ലേ? നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരാൻ എനിക്ക് സമ്മതമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരണം. നാളെ ഞാനിവിടെ വന്നാൽ ആദ്യം നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യണം. അത്രേ ഉള്ളോ? അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ മോളെ? നാളെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ മായ ആന്റി ദേ ഇത് ഡിലീറ്റ് ചെയ്യും. ദേ, സത്യമായിട്ടും പറയുക പോരെ? എന്നാ മോള് പൊയ്ക്കോ. നാളെ നല്ല ഐശ്വര്യമായിട്ട് വന്നു. ഹാ, ഇതുവരെ സംഭവിച്ചതൊക്കെ നമുക്ക് 2 കൂട്ടർക്കും അങ്ങ് മറക്കാം മോളെ. പൊയ്ക്കോ. പോയിട്ട് വാ. എക്സ്ക്യൂസ് മീ. ആരാ? ഐ എം ശങ്കർ. ചെറിയൊരു ബിസിനസ്സുകാരനാ. ഇവിടെയല്ല, അങ്ങ് ആലുവയില. കേട്ടിട്ടില്ലേ ശ്രീലക്ഷ്മി വെഡിങ് സെന്റർ? പിന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അതേ പേരിലൊരു ജ്വല്ലറി ഷോപ്പും ഉണ്ട്. ഇവിടെ എന്താ?
ഇവിടെ ആക്ച്വലി ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാ. കാണാൻ ഉദ്ദേശിച്ച ആൾ ഈവനിങ് ഫ്ലൈറ്റിലേ വരൂ. അതുവരെ ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോഴാ എൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം, ഒരു ബോഡി മസാജും. പുറത്ത് ബോർഡ് വായിച്ചില്ലേ? ഇത് ലേഡീസ് പാർലറാണ് മിസ്റ്റർ. ബോർഡ് കണ്ടു. എന്നാലും ചില സ്പെഷ്യൽ കേസുകൾക്ക് ഇവിടെ ജെൻസിനെയും അതിഥിയാക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഓഹോ, അങ്ങനെ ആരാ പറഞ്ഞത്? പറഞ്ഞത് മായാനിയുടെ സ്ഥിരം ഒരു കസ്റ്റമർ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറി വരത്തില്ലായിരുന്നല്ലോ. ദാ ഇവിടുത്തെ ഫീസ് അത് മുൻകൂറായിട്ട് തന്നെ ഇവിടെ ഏൽപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും തെളിവുകൾ വേണമെങ്കിൽ. അയ്യോ വേണ്ട, മുമ്പ് കണ്ടിട്ടില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗസ്റ്റ് റൂമിലോട്ട് ഇരുന്നോളൂ, ആളിപ്പോ വരും. ഓക്കേ, താങ്ക് യു. കമാൺ സെർച്ച്, എല്ലായിടും വിശദമായി പരിശോധിക്കണം. ഓക്കെ സർ. എവിടെ നിന്റെ മാഡം? അകത്തുണ്ട് സർ. എന്താ എന്താ ഇവിടെ? കാര്യം ഞാൻ പറയാം. എന്താ സാർ? എത്ര നാളായിടി നിനക്ക് ഈ കച്ചവടം തുടങ്ങിയിട്ട്? കച്ചവടോ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം ഇത്. ഇവിടെ വന്ന് വെറുതെ വേഷം കെട്ട് എടുക്കല്ലേ സാറേ? ഇവിടെ സാറ് ഉദ്ദേശിക്കുന്ന പോലത്തെ കച്ചവടമൊന്നുമില്ല. ഇത് ലേഡീസ് പാർലറാ. മുഖത്തു നോക്കി കള്ളം പറയുന്നോടി. സർ പ്ലീസ് ഉപദ്രവിക്കരുത്. എന്ത് വേണേലും ചെയ്യാം. നീ ആരാ? ഞാൻ അംബുജാക്ഷൻ, ഇവളുടെ ഹസ്ബൻഡാ. പെണ്ണു കൂട്ടി കൊടുക്കാൻ നടന്നിട്ട് ഭർത്താവ് വിളിക്കുന്നോടാ? സർ സംഗതി അത് തന്നെ. പെണ്ണുങ്ങളുടെ പാർലറിൽ ഇവരെന്താടി കാര്യം? ഫേഷ്യലോ അതോ മസാജിങ്ങോ? ഈ ചെറുക്കന്റെ കയ്യിൽ നിന്ന് നീ എത്ര രൂപ വാങ്ങിയടി? എന്റെ പൊന്ന് സാറേ, സാറെന്ന 10,000 രൂപയെ ഞാൻ ദേ അതേപടി ഈ ആന്റിക്ക് കൊടുത്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ചു നോക്ക്. എന്റെ പൊന്ന് ആന്റി ഉള്ളത് പറഞ്ഞു കൊടുക്ക്. മോളെ മായാൻറ്റി, ഈ പടത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനമൊക്കെ ഈ സാറാ. ബ്യൂട്ടി പാർലറിന്റെ മറവിൽ നീ ഇവിടെ വാണിഭം നടത്തുന്നുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോഴേ ഞാൻ ഇത് പ്ലാൻ ചെയ്തതാ. കൂട്ടത്തിൽ ഒരുത്തന്നെ ഇങ്ങോട്ട് വിടാന്ന് വെച്ചാ പോലീസുകാർക്കിടയിൽ നിനക്ക് ചാരന്മാരുണ്ടാവുന്ന എനിക്കറിയാം. അതുകൊണ്ടാ ദാ ഇവനെ തപ്പിയെടുത്ത് 10,000 രൂപയും കൊടുത്ത് ഇങ്ങോട്ട് വിട്ടത്. കാശ് കണ്ട നീ ആ ചൂണ്ടയിൽ കുത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ നിന്റെ മൊബൈൽ എടുക്കണേ. നീ വലിയ വീഡിയോഗ്രാഫർ ആണല്ലേ? ഇതിന്റെ അകത്ത് സമ്പന്നന്മാരുണ്ടോടി? അല്ല എങ്കിലേക്ക് ഇതിന് സൗകര്യമായനെ. കഴക്കൂട്ടത്ത് ഞാനൊരു ഫ്ലാറ്റ് നോക്കി വെച്ചേക്കുക, അതങ്ങ് ഉറപ്പിക്കാമായിരുന്നു. എന്താടേ, ആരെങ്കിലും തടയോ ഇതില്? സാറേ എന്ത് വേണേലും ചെയ്യാം. MLA ജയദേവൻ സാറിന്റെ സ്വന്തം ആൾക്കാരാ ഞങ്ങള്. വിട്ടേക്ക് സാറേ, ഗുണമുണ്ടാവും. അതിന് ഞാൻ എന്താടാ മുട്ടുകാലി നിൽക്കണോ? എനിക്ക് ശമ്പളം തരുന്നതേ നിന്റെ MLA സാറല്ലടാ. എടുത്ത് വണ്ടിയിലിടോ. അപ്പൊ എങ്ങനാ, നമുക്കങ്ങ് ആഫീസിലോട്ട് പോയാലോ? ബാക്കി കഥയൊക്കെ നമുക്ക് അവിടെ ചെന്ന് വിസ്തരിക്കാം. നടക്കടി. അപ്പോ ഓക്കെ ജെന്റിൽമാൻ, താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. പിന്നെ ഞാനന്ന് പറഞ്ഞിരുന്ന കാര്യം. എന്ത് കാര്യം? അല്ല, ഹെൽത്ത് ഇൻഷുറൻസ്. ഞാനൊന്നൊരു ഫാമിലി ഇൻഷുറൻസ് സ്കീമിനെ പറ്റി സാറിനോട് പറഞ്ഞിരുന്നില്ലേ? സാറും മിസ്സസും മക്കളും എല്ലാരും കൂടെ ചേർന്ന ഒരു ജോയിന്റ് സ്കീം. അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പൊ വരട്ടോ. അത് ശരി. കാര്യം കഴിഞ്ഞപ്പോ നമ്മൾ ശശിയായി. പോലീസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പോലീസിലൊരു പിടിയുള്ളത് എപ്പോഴും നല്ലതാ. ഇതുകൊണ്ട് എല്ലാ
അവസാനിച്ചെന്ന് നീ കരുതണ്ട. മായ ഇവിടെ സ്ഥിരതാമസത്തിന് പോകുമൊന്നുമല്ല. ദാ ഈ പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഞാനിങ്ങി തിരിച്ചു വരും. അപ്പോഴും നീ ഇവിടെയൊക്കെ തന്നെ കാണണം. കേട്ടല്ലോ? മതി, വടിയുടെ